ഡോക്ടർ, നിലവിൽ അതായത് എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ പനി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പനി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇത് പനിയുടെ ഒരു നീണ്ട നിര ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഷിഗല്ല ബാധിതരുടെയൊക്കെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിടിച്ചുകെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ സംസ്ഥാനത്ത്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തില് ഈ ഒരു സമയത്ത് എസ്പെഷ്യലി ജൂൺ ജൂലൈ മാസങ്ങളിൽ പനിയുടെ അളവ് വളരെ കൂടാറുണ്ട്. ഇത്തവണയും അത് കൂടിയിട്ടുണ്ട്. പക്ഷേ പല അസുഖങ്ങൾക്കും ഒരു സൈക്ലിക്കൽ ട്രെൻഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡെങ്കിപ്പനി നോക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഡെങ്കിയുടെ ഒരു പീക്ക് ഉണ്ടാകാറില്ല. ഈ കൊല്ലം ഡെങ്കിയുടെ ഒരു പീക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും വിലയിരുത്തപ്പെടുന്നു. ചിക്കൻ ഗുനിയ നമുക്ക് വന്നിട്ട് മീൻസ് ഒരു വലിയ ഔട്ട് ബ്രേക്ക് വന്നിട്ട് ഒരുപാട് നാളുകളായി. അതുകൊണ്ട് ഇത്തവണ അത് കൂടാനുള്ള ഒരു സാധ്യത, അങ്ങനെയാണ് വൈറസിന്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ അത് ഇത്തവണ അത് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ട്, മറ്റ് വയറിളക്ക രോഗങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ടൈഫോയിഡ് ഉണ്ട്, അതോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്. അത്തരം പലതരത്തിലുള്ള രോഗങ്ങൾ, മലേറിയ ഉണ്ട്. പല രോഗങ്ങളും ഈ കാലത്ത് കൂടാറുണ്ട്. നമുക്ക് ഈ പറഞ്ഞ മാതിരി അതില് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരു പീക്കിലേക്ക് എത്തിയിട്ടില്ല, ഇനിയും അതൊരു പീക്കിലേക്ക് എത്തിയിട്ടില്ല. പലപ്പോഴും ഈ 90s മുതലുള്ള കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് 90 മുതൽ ഇതൊരു റെക്കഗ്നൈസ്ഡ് ഇവന്റ് ആയിട്ട് നമുക്ക് 1990 മുതൽ, അപ്പോൾ ഒരു ദീർഘകാലത്തെ ഈ കാലയളവിനുള്ളിൽ നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു കാര്യം, പലപ്പോഴും പല കൊല്ലങ്ങളിലും ആദ്യത്തെ ഒരു പീക്ക് ധാരാളം ഫീവർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും വൈറൽ ഫീവർ ഒക്കെ പടർന്നു പിടിക്കുകയും ചെയ്യുകയും പിന്നെ അതിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും കണ്ടുവരാറുണ്ട്. എല്ലാ കൊല്ലവും അങ്ങനെ ആയിരുന്നിരുന്നില്ല താനും. പലപ്പോഴും നമുക്ക് വളരെ വലിയ പീക്ക് കൂടി പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ അതുണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു പോസിബിലിറ്റി എപ്പോഴും കൂടുതൽ കേസുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ്. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. കാരണം ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതായത് രോഗാണു അകത്ത് കയറിയാൽ പുറത്ത് വരാനുള്ള ഒരു പീരീഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊതുകിന്റെ കാര്യമാണെങ്കിൽ, എയ്ഡിസ് കൊതുകിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അത് മുട്ടയിട്ട് പെരുകി അത് പുറത്തേക്ക് വന്ന് അത് രോഗത്തെ പടർത്തിയതിനു ശേഷം എത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, വൃത്തിയില്ലായ്മ, നമ്മുടെ ശുചീകരണത്തിൽ വന്ന കുറവ്, വൃത്തിയില്ലായ്മയാണ് പ്രധാനമായും ഷിഗല്ലയ്ക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇത് തന്നെയായിരിക്കില്ലേ ഡെങ്കിപ്പനിയുടെ കേസിലും വരുന്നത്? അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ കൊതുക് മുട്ടയിട്ട് പെരുകാൻ കാരണം ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിരുന്നില്ല സംസ്ഥാനത്ത് പലയിടത്തും. ഇതിൽ രണ്ട് കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കത് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും. രണ്ടും രണ്ട് രീതിയാണ്. നമ്മൾ കാലാകാലങ്ങളിൽ പറയുന്നതാണ്. ഷിഗല്ല വന്നത് തീർച്ചയായിട്ടും പരിസര ശുചീകരണം, നമ്മളുടെ വ്യക്തി ശുചിത്വം, അതോടൊപ്പം തന്നെ പരിസര ശുചീകരണത്തിലുണ്ടാകുന്ന കാരണങ്ങൾ, നമ്മൾ ആഹാര പാചകം ചെയ്യുന്നതിലും അത് കഴിക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഷിഗല്ലയ്ക്ക് ഉണ്ട്. പക്ഷെ ഡെങ്കി അങ്ങനെയല്ല. ഡെങ്കി നാം മനസ്സിലാക്കേണ്ടത്, ഡെങ്കി പകരുന്നത് നമ്മളുടെ തന്നെ ഒരു ബുദ്ധിമുട്ട്. അതായത് പരിസര ശുചീകരണത്തിനപ്പുറം ഡെങ്കി പകർത്തുന്ന കൊതുകുകൾ, ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഡെങ്കി പടർത്തുന്ന കൊതുകുകൾ വീടിന്റെ പരിസരത്തും വീടിനുള്ളിലുമുള്ള ശുദ്ധജലക്കെട്ടുകളിലുള്ള വെള്ളത്തിൽ നിന്ന് വരുന്ന കൊതുകാണ്. അത് വളരെ പ്രാധാന്യമുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ശുദ്ധജലക്കെട്ടുകൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രാധാന്യമുണ്ട്. അത് നാം കഴിഞ്ഞ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഡ്രൈ ഡേ ആചരിക്കുന്നു എങ്കിലും ഇത്തവണ നമുക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് മഴക്കാലത്തിന് പൂർവ്വമായിട്ടും അല്ലെങ്കിൽ മഴക്കാലം തുടരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. മന്ത്രി ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു ഡ്രൈ ഡേ ദിനാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച മുതൽ മാത്രമേ നമുക്കത് പ്രായോഗികമാക്കി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഡെങ്കിപ്പനി പടരുന്നത്, ഡെങ്കിയാണ് കൂടുതൽ അപകടം. ഷിഗല്ല ഒരു പക്ഷേ നിയന്ത്രണ വിധേയമായി പോകാൻ സാധ്യതയാണ്. ഒരുപക്ഷെ ഡെങ്കി മരണങ്ങളിലേക്ക് നയിക്കും. ഇപ്പോഴും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണങ്ങൾ കൂടുതൽ പോകുവാണ്. ഡെങ്കി ഹെമറാജിക് ഫീവറിലേക്കും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡെങ്കിപ്പനി പടരുന്നതായിരിക്കണം ഒരു പ്രാഥമികമായിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നാം ചെയ്യേണ്ടത്. അതിന് ഒരു പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം ഡ്രൈ ഡേ ആചരിക്കുന്നത് തന്നെയാണ്. വീടിന് ചുറ്റുവട്ടവുമുള്ള ശുദ്ധജലക്കെട്ടുകൾ, ഞാൻ വീണ്ടും അത് എടുത്തു പറയും, അത് സ്കൂളുകളാകാം, നമ്മുടെ ഓഫീസുകളാകാം, മാധ്യമ സ്ഥാപനങ്ങളാകാം, മറ്റു സ്ഥലങ്ങളാകാം, കടകളാകാം, വീടിനുള്ളിലുമുള്ള ശുദ്ധജലക്കെട്ടുകൾ, അത് നമ്മുടെ സൺഷെയ്ഡിന്റെ അടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ അടിയിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കമിഴ്ന്ന് കിടക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കിടക്കുകയാണെങ്കിൽ ടയറിന്റെ കഷ്ണങ്ങളിൽ, വലിയ ഇലകളിൽ ഒക്കെ കിടക്കുന്ന ശുദ്ധജലക്കെട്ടുകളാണ്. അത് നമുക്ക് തട്ടിക്കളയാൻ കൊച്ചുകുട്ടികൾക്ക് പോലും കഴിയും. അത് തട്ടിക്കളയാൽ 7 ദിവസത്തിൽ ഒരിക്കലാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വരുമ്പോൾ കൊതുക് മുട്ടയിട്ട് പെരുകില്ല. ഇനി രണ്ടാമതൊന്ന്, ഒരുപക്ഷെ അത് കൊതുകുകൾ വിരിഞ്ഞ് ഡെങ്കിയുടെ വൈറസുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തില് അത് രോഗം പടരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആന്റി മോസ്കിറ്റോ മെഷേഴ്സ്, വസ്ത്രങ്ങൾ ധരിക്കുന്നതാകാം, മോസ്കിറ്റോ റിപ്പലന്റ് ആയിട്ടുള്ള മെഷീൻസ് ലേപനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഫോഗിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആകാം. വീടിനുള്ളിലും പരിസരങ്ങളിലും എസ്പെഷ്യലി
ഈ കൊതുകിന് ഒരു പ്രത്യേകതയുള്ളത് വളരെ ഏർലി മോർണിംഗും വളരെ നേരം വെളുക്കുന്ന സമയത്തും സന്ധ്യ സമയത്തുമാണ് ഈ ഏഡിസ് മോസ്കിറ്റോ കൂടുതൽ കടിക്കാൻ സാധ്യതയുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സമയങ്ങളിൽ പ്രത്യേകിച്ച് കൊതുകുകളെ കണ്ടെത്തി അത് കടിക്കാതിരിക്കാനുള്ള നടക്കണം. ഏഡിസ് മോസ്കിറ്റോയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വളരെ ചെറിയ കൊതുകാണ്, വളരെ മെലിഞ്ഞ കൊതുക്, വരകളുള്ള കൊതുകാണ്. അതിനെ നമുക്ക് തിരിച്ചറിയുവാനും കഴിയും. അപ്പൊ അത്തരം കൊതുകിന്റെ കടി ഇല്ലാതാക്കുന്നത് ഡെങ്കിപ്പനി ഇല്ലാതാക്കാൻ സഹായിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്.